പരിസ്ഥിതി ദിനത്തിൽ തികച്ചും വ്യത്യസ്തമായി പ്രചരണം നടത്തുകയാണ് 68 വയസ്സുകാരൻ രാമചന്ദ്രൻ. നെയ്യാർ ഉത്ഭവിക്കുന്ന കള്ളിക്കാട് നിന്ന് നെയ്യാറിൻ്റെ കരയിലൂടെ 37 കിലോമീറ്റർ ദൂരം ഒറ്റയ്ക്ക് സഞ്ചരിച്ചാണ് ഐര സ്വദേശി രാമചന്ദ്രൻ പ്രകൃതി സംരക്ഷണം പ്രചരണം നടത്തിയത്. ചൊവ്വാഴ്ച മുതൽ ആരംഭിച്ച യാത്രയിൽ ഉടനീളം പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ചും കുട്ടികളെയും മുതിർന്നവരെയും പ്രകൃതി സംരക്ഷണത്തിൻ്റെ ആവശ്യകത പറഞ്ഞു മനസ്സിലാക്കി കയ്യിൽ കരുതിയ തൈകൾ നട്ടുമാണ് 68കാരൻ്റെ നടത്തം. ഇന്നു രാവിലെ അരുവിപ്പുറത്തു നിന്ന് ആരംഭിച്ച യാത്ര നെയ്യാറ്റിങ്കര ഗ്രാമം ആറാട്ടുകടവിൽ അവസാനിച്ചു. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വലിച്ചെറിയുന്നതിനെതിരെ ഒറ്റയാൾ പോരാട്ടം നടത്തി ഇതിനു മുമ്പും ശ്രദ്ധേയനായിട്ടുണ്ട് LIC ഏജന്റ് കൂടിയായ രാമചന്ദ്രൻ. പ്രകൃതി സംരക്ഷണം എൻ്റെ കുട്ടിനാളിലാണെങ്കിൽ നീർച്ചാലുകൾ ശരിക്കും ഉണ്ട്. അതിൽ ചവിട്ടിയാണ് നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ വരുന്നതും പോണതും. അന്നും മഴയെല്ലാം സ്കൂൾ തുറക്കണ എൻ്റെ അന്ന് മഴ പെയ്യുമായിരുന്നു. ആ ചാലുകൾ ചവിട്ടിയാണ് നമ്മൾ നടന്നുകൊണ്ടിരുന്നത്. അന്ന് എന്ന് പറഞ്ഞാൽ പ്രകൃതിയായിട്ട് നമ്മൾ കുടയൊന്നുമില്ല, പക്ഷേ വാഴയില ശാമ്പല ഇതൊക്കെ വെച്ചാണ് നമ്മൾ കുടയ്ക്ക് വേണ്ടി ഉപകാരപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ആ നീർച്ചാലുകൾ ഇപ്പോൾ ഒരിടവും കാണുന്നില്ല. ഇപ്പം വെള്ളം താന്ന് ഭൂമിയുടെ താഴ്ത്തട്ടിൽ പോയിരിക്കുകയാണ്. ഇപ്പം കാരണം അടുത്ത് വരും തലമുറയ്ക്ക് ഈ വെള്ളം കിട്ടുന്ന കാര്യവും സംശയം. കാരണം വെള്ളം കിട്ടാനില്ല. പക്ഷേ അതിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മൾ ഏക പോംവഴി. നമ്മൾ എല്ലാ ആളുകളും കാരണം ഗവൺമെൻറ്റും ആളുകളും എല്ലാം കൂടി ചേർന്നാലേ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. കള്ളിക്കാട്ടിൽ നിന്ന് തുടങ്ങി ചൊവ്വാഴ്ചയാണ് തുടങ്ങിയത്. അങ്ങനെ ഇന്ന് രാവിലെ ആയപ്പോൾ അരുവിപ്പുറത്ത് നിന്ന് ഗുരുദേവൻ്റെ തത്വം അനുസരിച്ച് പ്രകൃതിയെ സംരക്ഷിക്കുക, പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഞാൻ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇക്കൂട്ടത്തിൽ അവിടെയായിട്ട് ആളുകൾക്ക് തൈകൾ കൊടുക്കുകയും അക്കൂട്ടത്തിൽ കുട്ടികൾ നിറയെ വന്ന് കുട്ടികൾക്ക് നടാൻ പഠിപ്പിക്കുകയും ഇങ്ങനെ വരെയാണ്. ഈ സംരക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ കാരണം ഈ വാർത്തയിൽ മാത്രം ചുരുങ്ങാതെ നമ്മളെല്ലാവരും കൂടി ശ്രമിച്ചാൽ മാത്രമേ ഈ നാട്ടിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ, വരും തലമുറയ്ക്കും അത് ഉപകാരപ്പെടുത്താൻ പറ്റൂ. അങ്ങനെയാണ് ഞാൻ ഇവിടെ ഈ സന്ദേശത്തോടെ ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും ഈ നാട്ടിന് ഈ പ്രകൃതി സംരക്ഷണം എന്നുള്ള ഒരു തത്വം എല്ലാവരും മനസ്സിലും ഉൾക്കൊള്ളാൻ വേണ്ടി മാത്രമാണ് ഞാനിത് തുടങ്ങിയിരിക്കുന്നത്. ഇനി ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നില്ല. ഞാൻ ഇത് കള്ളിക്കാട് ഒറ്റശേഖരമല അങ്ങനെ നടന്ന് അരുവിപ്പുറം വഴി ഇവിടെ നെയ്യാറ്റിങ്കര വന്ന് ചേരാണ്. നെയ്യാറ്റിങ്കര വന്നിട്ടുണ്ട്. അതുവരെയുള്ള എല്ലാ ആളുകൾക്കും തൈകളും കൊടുത്ത് കുട്ടികൾക്കും തൈകൾ കൊടുത്ത് നടാൻ പഠിപ്പിക്കുകയും അടുത്ത് വരും തലമുറയ്ക്ക് ഉപകാരപ്പെടുകയും വേണമെന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഞാൻ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. GTV ന്യൂസ്, നെയ്യാറ്റിങ്കര.